DNA ആസ്ട്രോളജിയിൽ ഉത്രാടം, ഉത്തര ആഷാഢ നക്ഷത്രം സ്ഥിരമായ വിജയത്തിൻ്റെയും നൈതികമായ അധികാരത്തിൻ്റെയും അടയാളമാണ്. ഇതിൻ്റെ നാഥൻ സൂര്യനും ദേവതകൾ 10 വിശ്വദേവതകളുമാണ്. ധനുരാശിയിൽ തുടങ്ങി മകരം രാശിയിൽ അവസാനിക്കുന്ന ഈ നക്ഷത്രം ആത്മീയതയെയും ഭൗതികമായ അച്ചടക്കത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആഴത്തിലുള്ള DNA രഹസ്യങ്ങൾ ഇനി പറയുന്നു. 1. വിശ്വദേവതകളുടെ DNA, ദ DNA ഓഫ് വെർച്യൂ. 10 വിശ്വദേവതകളാണ്. സത്യം, ദക്ഷൻ, ധർമ്മം തുടങ്ങിയ 10 വിശ്വദേവതകളാണ് ഈ നക്ഷത്രത്തെ ഭരിക്കുന്നത്. ഇതിനർത്ഥം 10 വ്യത്യസ്ത ഗുണങ്ങൾ ഒത്തുചേർന്ന ഒരു ജനിതക ഘടനയാണിത്. DNA രഹസ്യം: നിങ്ങളുടെ കുടുംബ പരമ്പരയിൽ അതീവ സത്യസന്ധരായ, നീതിക്കും ധർമ്മത്തിനും വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച പൂർവികർ ഉണ്ടായിരിക്കും. സാമൂഹിക പദവി: സമൂഹത്തിൽ മാന്യമായ സ്ഥാനം വഹിച്ചിരുന്നവരോ നാട്ടുകൂട്ടങ്ങളിൽ വിധികർത്താക്കളായിരുന്നവരോ നിങ്ങളുടെ അച്ഛൻ്റെ വശത്ത് പാറ്റേണൽ സൈഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ നീതിബോധം നിങ്ങളുടെ രക്തത്തിലുണ്ട്. 2. സൂര്യൻ്റെയും മകരത്തിൻ്റെയും വൈരുദ്ധ്യം, ദ ഡിസിപ്ലിൻ ലീഡർ. സൂര്യൻ അധിപനായ ഉത്രാടം, ധനുവിൻ്റെ വ്യാഴം ആത്മീയതയിൽ നിന്ന് മകരത്തിൻ്റെ ശനി കർമ്മരംഗത്തേക്ക് കടക്കുന്നു. രഹസ്യം: കഠിനമായ അച്ചടക്കത്തിലൂടെ വിജയം എന്നതാണ് നിങ്ങളുടെ ജനിതക കോഡ്. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും വളരെ ദരിദ്രമായ സാഹചര്യത്തിൽ നിന്ന് കഠിനാധ്വാനം ചെയ്ത് വലിയ അധികാരം നേടിയവരായിരിക്കും. DNA പാറ്റേൺ: അനാവശ്യമായ വികാരങ്ങൾക്ക് കീഴ്പ്പെടാതെ ലക്ഷ്യത്തിലേക്ക് കുതിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. താൻ ഏറ്റെടുത്ത ജോലി പൂർത്തിയാക്കാതെ ഇവർക്ക് വിശ്രമമുണ്ടാകില്ല. 3. കർമ്മ രജിസ്റ്റർ, കാർമിക് രജിസ്റ്റർ. ഒറ്റയ്ക്കുള്ള വിജയം: ഉത്രാടം നക്ഷത്രത്തിൻ്റെ ചിഹ്നം ആനക്കൊമ്പ് ആണ്. ആനക്കൊമ്പ് ആനയ്ക്ക് സംരക്ഷണവും കരുത്തും നൽകുന്നത് പോലെ സ്വന്തം കരുത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും ഇവർ. പിതൃപുണ്യം: അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള പുണ്യമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്ത്. പിതാവുമായോ പിതാമഹന്മാരുമായോ ഉള്ള ബന്ധം നിങ്ങളുടെ ഭാഗ്യത്തെ നേരിട്ട് സ്വാധീനിക്കും. 4. ആരും പറയാത്ത ഗൂഢ രഹസ്യങ്ങൾ, ഹിഡൻ സീക്രട്സ്. രണ്ടാമത്തെ അവസരം: ഉത്രാടം നക്ഷത്രക്കാർക്ക് പലപ്പോഴും ആദ്യത്തെ ശ്രമത്തിൽ വിജയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ രണ്ടാമത്തെ ശ്രമം, സെക്കൻഡ് ഹാഫ് ഓഫ് ലൈഫ്, അതിശയിപ്പിക്കുന്ന വിജയം ആയിരിക്കും. ഭക്ഷണവും ആരോഗ്യവും: സൂര്യൻ അധിപനായതുകൊണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അസ്ഥി സംബന്ധമായ അസ്വസ്ഥതകളോ പൂർവികർക്ക് ഉണ്ടായിരിക്കാം. മൃഗസ്നേഹം: ആനയുമായോ അല്ലെങ്കിൽ വലിയ മൃഗങ്ങളുമായോ നിങ്ങളുടെ കുടുംബത്തിന് പണ്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നിരിക്കാം. ഉദാഹരണത്തിന് ആനയെ വളർത്തുകയോ ആനപ്പുറത്ത് എഴുന്നള്ളത്ത് നടത്തുകയോ ചെയ്തിരുന്ന തറവാടുകൾ. DNA ശുദ്ധീകരണത്തിനുള്ള ഗൂഢപരിഹാരം, കാർമിക് സീക്രട്ട് റെമഡി. സൂര്യ നമസ്കാരം: എന്നും രാവിലെ സൂര്യനെ വന്ദിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഗോദാനം അല്ലെങ്കിൽ ഗോ സേവ: പശുക്കൾക്ക് ഭക്ഷണം നൽകുന്നത് 10 വിശ്വദേവതകളുടെയും അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും. ഇത് നിങ്ങളുടെ ജനിതക ദോഷങ്ങളെ നീക്കും. മുതിർന്നവരെ ആദരിക്കുക: കുടുംബത്തിലെ പ്രായമായ പുരുഷന്മാരുടെ, അച്ഛൻ, വലിയച്ഛൻ മുതലായവരുടെ പാദസ്പർശനം നടത്തി അനുഗ്രഹം വാങ്ങുന്നത് നിങ്ങളുടെ കരിയറിലെ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. DNA ആസ്ട്രോളജി പ്രകാരം ഉത്രാടം നക്ഷത്രത്തെ വിശകലനം ചെയ്യുമ്പോൾ അത് കുടുംബ പരമ്പരയിലെ പൂർണ്ണതയുടെയും അംഗീകാരത്തിൻ്റെയും ഒരു ജനിതക ഘട്ടമാണ്. ഉത്രാടം എന്നാൽ പിന്നീട് വരുന്ന വിജയം എന്നാണ് അർത്ഥം. സാധാരണ ജ്യോതിഷത്തിന് അപ്പുറമുള്ള ഇതിൻ്റെ ആഴത്തിലുള്ള രഹസ്യങ്ങൾ ഇനി പറയുന്നു. 1. വിശ്വദേവതകളും സാമൂഹിക കരാറുകളും. 10 വിശ്വദേവതമാരാണ് ഈ നക്ഷത്രത്തിൻ്റെ അധിപന്മാർ. ഇതിൽ സത്യം, ധർമ്മം, കാലം, ദക്ഷൻ തുടങ്ങിയവർ ഉൾപ്പെടുന്നു. രഹസ്യം: നിങ്ങളുടെ കുടുംബ പരമ്പരയിൽ മറ്റുള്ളവർക്ക് വേണ്ടി വാക്ക് കൊടുക്കുകയും അത് ജീവൻ പണയം വെച്ചും പാലിക്കുകയും ചെയ്ത ഒരു പൂർവികൻ ഉണ്ടായിരിക്കും. DNA പാറ്റേൺ: നിങ്ങളുടെ DNAയിൽ ഇന്റഗ്രിറ്റി, അതായത് വിശ്വസ്തത എന്ന കോഡ് വളരെ ശക്തമാണ്. നിങ്ങൾ വിശ്വസ്തത കാണിക്കുമ്പോൾ പ്രപഞ്ചം മുഴുവൻ നിങ്ങളെ സഹായിക്കും. എന്നാൽ നേരിയ രീതിയിൽ പോലും മറ്റൊരാളെ വഞ്ചിച്ചാൽ നിങ്ങളുടെ ഭാഗ്യം പാടെ നിലച്ചു പോകുന്ന ഒരു പ്രത്യേക ജനിതക ഘടനയാണിത്. 2. ആനക്കൊമ്പും ഒറ്റയാൻ പോരാട്ടവും, ദ ടസ്ക് DNA.
ഉത്രാടത്തിന്റെ ചിഹ്നം ആനക്കൊമ്പാണ്. ആനക്കൊമ്പ് ആനയുടെ ആയുധവും ഒപ്പം മഹിമയുടെ അടയാളവുമാണ്. രഹസ്യം: നിങ്ങളുടെ കുടുംബ ചരിത്രത്തിൽ തറവാടിന്റെ മഹിമ കാത്തു സൂക്ഷിക്കാൻ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയ ഒരു വ്യക്തി ഉണ്ടായിരിക്കും. ദ ലോൺ വാരിയർ. ആ വ്യക്തി അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് പ്രതിഫലമായി ലഭിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഐശ്വര്യം. DNA രഹസ്യം: ആനക്കൊമ്പ് വളരുന്നത് പുറത്തേക്കാണ്. അതുപോലെ നിങ്ങളുടെ ഉയർച്ചയും അംഗീകാരവും സ്വന്തം നാട്ടിലല്ല, മറിച്ച് ദൂരദേശത്തോ അല്ലെങ്കിൽ പുറം ലോകത്തോ ആയിരിക്കും. 3. മകരത്തിലെ സൂര്യൻ, ദ റോയൽ സെർവന്റ്. ഉത്രാടത്തിന്റെ 2, 3, 4 പാദങ്ങൾ ശനിയുടെ രാശിയായ മകരത്തിലാണ് വരുന്നത്. രാജാവായ സൂര്യൻ സേവകനായ ശനിയുടെ രാശിയിൽ നിൽക്കുന്ന അവസ്ഥയാണിത്. രഹസ്യം: താഴെ തട്ടിൽ നിന്ന് തുടങ്ങി ഉന്നതങ്ങളിൽ എത്തുക എന്നതാണ് നിങ്ങളുടെ ജനിതക നിയോഗം. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും വളരെ താഴേക്കിടയിലുള്ള ജോലികളിൽ നിന്ന് തുടങ്ങി പിന്നീട് വലിയ അധികാര സ്ഥാനങ്ങളിലെത്തിയ ചരിത്രമുണ്ടാകാം. 4. അതിരുകളില്ലാത്ത അറിവ്, ദ യൂണിവേഴ്സൽ നോളേജ്. വിശ്വദേവതകൾ പ്രപഞ്ചത്തിന്റെ വിവിധ വശങ്ങളെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് ഉത്രാടം നക്ഷത്രക്കാർക്ക് ഏതു വിഷയത്തിലും വേഗത്തിൽ വൈദഗ്ധ്യം നേടാൻ കഴിയും. രഹസ്യം: നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും പാരമ്പര്യമായി ജ്യോതിഷം, ഗണിതം അല്ലെങ്കിൽ വാസ്തുശാസ്ത്രം എന്നിവയിൽ അറിവുള്ളവരായിരിക്കാം. ഈ അറിവ് നിങ്ങളുടെ ഉപബോധ മനസ്സിലുണ്ട്. 5. ശ്രദ്ധിക്കേണ്ട ജനിതക ശാപം, ആൻസെസ്ട്രൽ വാർണിംഗ്. രഹസ്യം: ഉത്രാടം നക്ഷത്രക്കാർക്ക് പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിലോ പങ്കാളിയുമായോ ഉള്ള ബന്ധത്തിൽ ചെറിയ വിള്ളലുകൾ കണ്ടേക്കാം. ഇത് നിങ്ങളുടെ പൂർവികർ അധികാരത്തിന് വേണ്ടി കുടുംബ ബന്ധങ്ങൾ അവഗണിച്ചതിന്റെ പ്രതിഫലനമാകാം. പരിഹാരം: പങ്കാളിയെയും കുടുംബത്തെയും കൂടെ ചേർത്ത് പിടിക്കുക. അവർക്ക് അർഹമായ പരിഗണന നൽകുന്നത് നിങ്ങളുടെ തൊഴിൽപരമായ വിജയം ഇരട്ടിയാക്കും. ഉത്രാടം നക്ഷത്രക്കാർക്കായുള്ള ഗൂഢപരിഹാരം, കാർമിക് സീക്രട്ട് റെമഡി. നിങ്ങളുടെ ഭാഗ്യമുണർത്താൻ ആനകൾക്ക് ഭക്ഷണം നൽകുക എന്നത് വലിയൊരു വഴിയാണ്. ആനയെ കാണുമ്പോഴോ ക്ഷേത്രത്തിലോ പോകുമ്പോൾ ആനയ്ക്ക് ശർക്കരയോ പഴമോ നൽകുന്നത് നിങ്ങളുടെ പിതൃദോഷങ്ങൾ മാറാൻ സഹായിക്കും. കൂടാതെ ചുവന്ന നിറത്തിലുള്ള കല്ല്, റൂബി പതിച്ച മോതിരം ധരിക്കുന്നതും അല്ലെങ്കിൽ ചെമ്പ് പാത്രത്തിൽ വെള്ളം കുടിക്കുന്നതും നിങ്ങളുടെ സൂര്യന്റെ ഊർജം വർദ്ധിപ്പിക്കും.